ഇനി നമുക്ക് ഈ അടിപൊളി ലോട്ടസ് ആംഗ്ലറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ബ്ലൂ ലോട്ടസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ബ്ലൂ കളറിലെ ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസും പിന്നെ ഹാഫ് മൂൺ ഷേപ്പിലുള്ള ഡാർക്ക് ഗ്രീൻ കളറിലുള്ള കുന്തൻ സ്റ്റോൺസും ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ OHP ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഹാഫ് മൂൺ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ. അപ്പോൾ അത് ലീഫ് പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി മുകളിലേക്ക് പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നടുക്കത്തെ പെറ്റലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ സൈഡിൽ രണ്ടെണ്ണം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ദേ ഇതുപോലെ. ഇനി നമുക്ക് 2 പെറ്റൽസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒട്ടിച്ച 3 സ്റ്റോൺസ് ഇല്ലേ, അതിൻ്റെ ഗ്യാപ്പിലായിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ദേ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റോൺസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോട്ടസ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്രീൻ സ്റ്റോൺസ് ഇല്ലേ, അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു വൈറ്റ് കളറിലെ കുന്തൻ സ്റ്റോൺ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആയിട്ടല്ലേ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി എൻ്റെ സൂപ്പർവൈസർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, 2 ആംഗ്ലറ്റ്സിനും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത് ഡ്രൈ ആകാൻ വെച്ചു. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഐപ്പിൻ ഒട്ടിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഐപ്പിൻ 2 സൈഡിലും ഞാൻ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു ലീഫും പെറ്റലും ജോയിൻ ആവുന്ന സ്പേസിലെ അവിടെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ എല്ലാത്തിലും ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. ഇത് ഡ്രൈ ആയതിനു ശേഷം വേറൊരു ദിവസം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്റർ കണക്ട് ചെയ്ത് നോക്കിയതാണ് ഞാൻ ആദ്യം ട്രയൽ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ജംപറിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ സൈസിലുള്ള ജംപറിങ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്, പെട്ടെന്ന് എടുത്ത് കാണില്ല. ജംപറിങ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ലോട്ടസിൻ്റെ ഒരു സൈഡിലുള്ള ഐപ്പിനിലേക്ക് ഇത് കോർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ ലോട്ടസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജംപറിങ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2 ഇവിടെ ഇന്റർ കണക്ട് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയും കൂടി ചെയ്തെടുക്കണം കേട്ടോ. എൻ്റെ കാലിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് ഒരു പാദസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 12 ലോട്ടസ് ആണ് കേട്ടോ വേണ്ടി വന്നത്. അതെല്ലാം ഇന്റർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ ലോബ്സ്റ്റർ ഹൂക്കും ഒരു സൈഡിൽ ചെയിനും ആഡ് ചെയ്ത് കൊടുക്കാം. ഓണമൊക്കെ വരുന്നത് കൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഓണം തീമുള്ള ഐറ്റംസ് ചെയ്യാം കേട്ടോ. സെറ്റ് സാരി, ധാവണി, പട്ടുപാവാട ഇതിൻ്റെ ഒപ്പം എല്ലാം പെയർ ചെയ്യാൻ പറ്റുന്ന ട്രഡീഷണൽ വെയേഴ്സ് ഓരോന്നോരോന്നായി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി പറയണം. അപ്പോൾ ഒരു സൈഡിൽ ലോബ്സ്റ്റർ ഹുക്കും ഒരു സൈഡിൽ ചെയിനും ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പാദസരത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇത്. ഈ ബ്ലൂ ലോട്ടസ് വെച്ച് ഞാൻ ചെയ്ത ബാക്കിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ മിക്കതിൻ്റെയും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി കേട്ടോ. പിന്നെ പുതിയൊരു